ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് അബുദാബിക്കാട്ടാ. എന്തിനാണെന്നറിയോ, നമ്മുടെ ചങ്ക് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ കാണാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നാലാണ്. ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഒന്ന് റെഡി ആയി വരുന്നുള്ളൂ. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മുഖത്തുണ്ട്. കാണാം. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബസ്സൊക്കെ കിട്ടില്ല. ഇതാണ് നമ്മുടെ ദുബായിലത്തെ പുതിയ ബസ്. പിന്നെ ബസ്സിൽ കയറി ഫസ്റ്റ് ടൈമായിട്ട് അബുദാബിക്ക് ബസ്സിൽ പോകണമായിരുന്നു. ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ആദ്യമായിട്ടാണ് പോകണം. നമുക്ക് കൃത്യമായിട്ട് ബസ് കിട്ടിയാൽ നേരെ കുമ്പത്തൂർ പിടിച്ചു. അവിടെ നിന്ന് വേണം നമുക്ക് അബുദാബിക്കുള്ള ബസ് അങ്ങോട്ട് പിടിക്കേണ്ടി വരും. പിടിച്ചു അങ്ങനെ കുമ്പത്തൂരിൽ നിന്ന് ബസ് കയറി അബുദാബിക്ക്. ഒരു 1.25 മണിക്കൂറിന് ശേഷം നേരെ അബുദാബി ബസ് സ്റ്റേഷനെത്തി. ആദ്യമായിട്ടാണ് എത്തുന്നത്. ഇതാണ് നമ്മുടെ അബുദാബി ബസ് സ്റ്റേഷൻ. പിന്നെ കുറച്ചങ്ങോട്ട് എത്തി നല്ല വിശപ്പോടൊക്കെ നിൽക്കണമത്ത് ചെക്കനെ വെയിറ്റ് ചെയ്ത് കയറുന്നു. ചെക്കൻ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം ബസ് സ്റ്റേഷനിലൊക്കെ കറങ്ങി അങ്ങനെ ചെക്കനൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ എനിക്കൊരു കൂട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗഡി. ഒരു പ്രാവ് കൂട്ടൻ അങ്ങോട്ട് കിട്ടി. വേറെ ഒന്നും നോക്കില്ല, കുറച്ച് നേരം അവനെ കളിപ്പിച്ചൊക്കെ നിർത്തി സമയം കൊണ്ട് ചെക്കൻ വന്നു. പിന്നെ ചെക്കനാണ് സന്തോഷത്തിൽ എനിക്ക് വിശപ്പ് കൂടിയാണോ, ഇനി എന്നാണ്ട് സന്തോഷത്തിൽ ചെക്കന് വിശപ്പ് കൂടിയെന്ന് പറഞ്ഞില്ല. രണ്ടുപേർക്കും മുടിഞ്ഞ വിശപ്പ്. ഒന്നും നോക്കില്ല. പിന്നെ അങ്ങോട്ട് ഹോട്ടലിൽ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മുടെ മിലേനിയം അൽവാദൊക്കെ ഇല്ലേ, ആ ഭാഗത്ത് തന്നെ. പിന്നെ കുറച്ചങ്ങോട്ട് ഇപ്പോൾ നമുക്ക് ഹോട്ടൽ കിട്ടി. നേരെ അങ്ങോട്ട് കയറി മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഒന്നും നോക്കില്ല, വെച്ചങ്ങോട്ട് കലക്കി. പിന്നെ പറയണ്ടല്ല, മന്തി വെച്ചോണ്ട് നല്ല ക്ഷീണം. തൊട്ടപ്പുറത്തെ പാർക്കിങ്ങോട്ട് പോയി കുറച്ച് നേരം സൈഡായി. പിന്നെ നാട്ടിലത്തെ വിശേഷങ്ങളും ഒരു വർഷമായി ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട്. ഞാൻ നാട്ടിലെത്തിയപ്പോഴും അവനും ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നാട്ടിലത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ട് സമയം പോയി. പിന്നെ ചെക്കനാണ് സന്തോഷത്തിൽ കുറച്ച് നേരം നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് ഇരുന്നു. നാട്ടിലത്തെ പോലെ തന്നെ ഉച്ച ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ആലിൻ്റെ അവിടെ പോയി കുറച്ച് നേരം അങ്ങോട്ട് മയങ്ങും. അതൊക്കെ കഴിഞ്ഞ് നേരെ ചാവടിക്കാൻ പോയി. നാട്ടിലല്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരൊപ്പം ഇരുന്ന് ചാവടിക്കാൻ തുടങ്ങിയാൽ അതൊരു ഫീല് വേറെ ഒന്നും തന്നെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചൂട് ചായ, അതും 4:45 മണിക്കുള്ളിൽ തൊണ്ടക്കൂടെ ഇറങ്ങിയില്ലെങ്കിൽ സമാധാനമില്ലാത്ത ആൾക്കാരൊക്കെ. അങ്ങനെ ചായയോട് കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ മച്ചാന്ന് പറഞ്ഞിട്ട് ചെക്കനെ ബസ് സ്റ്റേഷനിൽ കയറ്റിവിട്ട് ഞാനും തിരിച്ചങ്ങോട്ട് കയറി.